സംസ്ഥാന ബജറ്റിലെ മദ്യനികുതി ഇളവുകൾക്കെതിരെ പരസ്യ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിലെ ലേഖനത്തിലൂടെയാണ് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സാദിഖ് അലി തങ്ങൾ വിമർശനം ഉന്നയിച്ചത്. മദ്യനികുതി ഇളവുകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു. മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള സർക്കാർ നടപടിക്കെതിരെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൽ നേരത്തെ അതൃപ്തി പുകഞ്ഞു തുടങ്ങിയിരുന്നു. നിലവിലത് പരസ്യമാക്കിയതാകട്ടെ ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലൂടെ. മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിന് കഴിയണമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പിറക്കട്ടെ ലഹരിമുക്ത ഗ്രാമങ്ങൾ എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനത്തിലാണ് തങ്ങളുടെ ഈ പരാമർശം. ലഹരിയെ നാടുകടത്താനുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ നാടും നഗരവും ഏറ്റെടുക്കുമ്പോൾ തന്നെയാണ് ബജറ്റിലെ ഈ പ്രഖ്യാപനമെന്നും സാദിഖ് അലി തങ്ങൾ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ലഹരി വിരുദ്ധ യാത്രയിലാണ്. വാരിയർ ബാഡ്ജ് അണിഞ്ഞ് കുടുംബസമേതം നമുക്കും ലഹരി യുദ്ധമായ തൂഫാനിൽ ഒപ്പുചേരാമെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലും ചന്ദ്രികയിലും ലേഖനം ഒരുപോലെ വന്നിട്ടുണ്ട്. നേരത്തെ കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലും മദ്യനയത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ ആഭ്യന്തര വകുപ്പ് സന്ധിയില്ലാ പടയോട്ടം നയിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടേത് ഏകപക്ഷീയമായ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനുള്ളിലും പൊട്ടിത്തെറി തുടങ്ങിയിരുന്നു. കാർഷിക വിളകളിൽ നിന്നും പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള മുൻ LDF സർക്കാരിന്റെ ഭേദഗതികൾ അതേപടി നടപ്പാക്കാൻ സതീശൻ സർക്കാർ മുതിർന്നത് BJPക്കും CPMനും വൻ രാഷ്ട്രീയ ആയുധമാവുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.